T20 ക്രിക്കറ്റിൽ നിന്നും രോഹിത് ശർമ്മ പടിയിറങ്ങിയതോടുകൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഒരു കിടിലൻ ഓപ്പണറെ മാത്രമല്ല, സൂപ്പർ നായകനെ കൂടിയാണ്. ഇന്ത്യ T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയതോടുകൂടിയാണ് ഈ ഫോർമാറ്റിൽ താൻ ഇനി കാണില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇതോടെ ഓപ്പണർ മാത്രമല്ല, സ്ഥിരം T20 ക്യാപ്റ്റനെയും ഇന്ത്യ തിരയേണ്ടി വന്നിരിക്കുകയാണ്. 2026 T20 ലോകകപ്പാണ് ഈ ഫോർമാറ്റിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യത്തെ പ്രധാന ടൂർണമെൻറ്റ്. പുതിയൊരു ക്യാപ്റ്റന് കീഴിലായിരിക്കും ഈ ലോകകപ്പിൽ ഇന്ത്യ കച്ചമുറുക്കുക. ആരായിരിക്കും ടൂർണമെൻറ്റിൽ ഇന്ത്യ നയിക്കുന്നതെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. T20 ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനായി വരാൻ സാധ്യതയുള്ള കളിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യയാണ് അടുത്ത T20 റോളിലേക്ക് ഫേവറേറ്റ് എന്ന് പറയാം. കാരണം രോഹിത് ശർമ്മ വിരമിക്കുമ്പോൾ സ്വാഭാവികമായി ആ റോൾ അദ്ദേഹത്തിന് തന്നെയാണ് വരിക. 2022 T20 ലോകകപ്പിന് ശേഷം ഒരു വർഷത്തിലേറെ കാലം രോഹിത് ഈ ഫോർമാറ്റിൽ നിന്നും മാറി നിന്നിരുന്നു. ഹാർദിക്കായിരുന്നു അപ്പോൾ ടീമിനെ നയിച്ചത്. ഇപ്പോൾ സമാപിച്ച T20 ലോകകപ്പിലും ഇന്ത്യയെ നയിക്കാനിരുന്നതും അദ്ദേഹമായിരുന്നു. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും T20 ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് ആ ഒരു സാധ്യത പിന്നീട് മാറ്റുകയായിരുന്നു. IPL 2022 ഗുജറാത്ത് ടൈറ്റൻസിനെ ചാമ്പ്യന്മാരാക്കിയത് അദ്ദേഹത്തിന് കീഴിലാണ്. അതോടുകൂടി 2023 ഗുജറാത്ത് ടൈറ്റൻസിനെ റണ്ണറപ്പ് ആക്കുകയും ചെയ്തു. പക്ഷേ ഹാർദിക്കിൻ്റെ ഒരേ ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കുന്നത് തുടർച്ചയായി പിടിക്കാവുടാറുള്ള പരിക്കുകളാണ്. കരിയറിൽ പല ഘട്ടത്തിലും ഹാർദിക്കിനെ പരിക്ക് വേട്ടയാടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി ഇന്ത്യയുടെ മത്സരങ്ങളും ഹാർദിക്കിന് നഷ്ടമായിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം പരിക്കുകൾ കൂടുകയാണെങ്കിൽ ടീമിന് അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാകില്ല. അടുത്തൊരു താരം യുവ സെൻസേഷൻ ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യയിൽ T20 നായകനായി വരാൻ സാധിക്കുന്ന രണ്ടാമത്തെ നായകൻ. ക്യാപ്റ്റൻ എന്ന നിലയിൽ അനുഭവസമ്പത്ത് അധികമില്ലെങ്കിലും ഭാവിയിലേക്ക് ഇന്ത്യയുടെ പോസ്റ്റർ ബോയ് തന്നെയാണ് ശുഭ്മാൻ ഗിൽ. 3 ഫോർമാറ്റിലും ടീമിൻ്റെ മുഖ്യ ഭാഗങ്ങളിൽ ഒരാളാണ് ശുഭ്മാൻ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യതകളും ഏറെയാണ്. സിംബാബ്വെ T20 പരമ്പരയിൽ ഗില്ലാണ് ടീമിനെ നയിക്കുന്നത്. തൻ്റെ നേതൃത്വ മികവ് പ്രകടിപ്പിക്കാൻ ഗില്ലിന് പറ്റിയ അവസരവുമാണ്. പരമ്പര തൂത്തുവാരി കഴിഞ്ഞാൽ ഭാവി T20 നായകനാവാനുള്ള ഗില്ലിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. IPL ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ച് അത്ര നല്ല റെക്കോർഡല്ല ഗില്ലിനുള്ളത്. 10 ടീമുകളുടെ ടൂർണമെൻറ്റിൽ 8ാം സ്ഥാനത്താണ് ഗുജറാത്ത് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് ഗില്ലിന് ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അടുത്ത നായകൻ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണാണ്. T20 ടീമിനെ നയിക്കാൻ ശേഷിയുള്ള മറ്റൊരു യുവതാരം. IPL രാജസ്ഥാൻ റോയൽസിനെ ഉജ്ജ്വലമായി നയിച്ചതിൻ്റെ മികവ് സഞ്ജുവിനുണ്ട്. 2021 മുതൽ റോയൽസിൻ്റെ നായകനാണ് സഞ്ജു. 2022 ടീമിനെ റണ്ണറപ്പ് ആക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ T20 ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമല്ല സഞ്ജു. സഞ്ജുവിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസിക്ക് തിരിച്ചടിയാവുന്നതും ഇതേ കാര്യം തന്നെയാണ്. എന്നാൽ വിരാട് കോഹ്ലി വിരമിച്ചതിന് ശേഷം ആ റോളിലേക്ക് ഏറ്റവും സ്യൂട്ടാവുക സഞ്ജു തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഋഷഭ് പണ്ട് താഴത്തേക്ക് ഇറങ്ങി സഞ്ജു കൂടെ ടീമിൽ ഉൾപ്പെടാനുള്ള സാധ്യത വന്നു കഴിഞ്ഞാൽ T20 നായകനാകാൻ സഞ്ജുവിനും യോഗ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സാധ്യതകളും ഏറെയാണ്.